ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ ആഴ്ചകളിലായി നാം ഖുർആനിലെ മഹത്തായ പല ആയത്തുകളുടെയും അർത്ഥം മനുഷ്യർക്ക് ഈ കാലത്തേക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ പഠിച്ചുകൊണ്ട് വരികയാണ്. ഇന്ന് നമ്മളുടെ മുന്നിലുള്ള ആയത്ത് ഏതൊരു കാലത്തേക്കും, ഏതൊരു വയസ്സുള്ള ആൾക്കും, ഏത് സാമൂഹിക അവസ്ഥയിലുള്ള ആളുകൾക്കും, അവൻ്റെ ഏതൊരു പ്രായത്തിലേക്കും ആവശ്യമുള്ള വല്ലാത്തൊരു ആയത്തിനെ പറ്റിയാണ് ഇന്നത്തെ ഖുർആൻ പോഡ്കാസ്റ്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ. മൂസാ നബി അലൈഹിസ്സലാം അവരുടെ നാവിലൂടെ ഖുർആൻ പറയുന്ന ഒരു ആയത്താണ് ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ. ഈ ആയത്ത് അഗാധമായിട്ട് ഇതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കുന്ന സമയത്ത് പലപ്പോഴായിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏതൊരു മനുഷ്യനും ഏതൊരവസ്ഥയിലും ഏറ്റവും ആവശ്യമുള്ളൊരായത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കഥ ഇങ്ങനെ ഖുർആനിൽ വിവരിക്കുന്ന ഒരവസ്ഥയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം വലിയൊരു ദൗത്യവുമായി ജീവിതം മുന്നോട്ട് നയിച്ച് ഫിർഔന്റെ കൊട്ടാരത്തിലും വല്ലാത്ത പ്രയാസങ്ങളെല്ലാം നേരിട്ട് പല ശിക്ഷകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം നേരിട്ട് വേണ്ടവോളം ദീനിനെ പ്രചരിപ്പിച്ച് കഴിയുന്നത്ര സഹിച്ചുകൊണ്ട് കഴിയുന്നത്ര റബ്ബിനെ ഈ ലോകത്തിന് വേണ്ടി പരിചയപ്പെടുത്തിയ ആ മൂസാ നബി അലൈഹിസ്സലാം എല്ലാം കഴിഞ്ഞിട്ട് ഒരു രീതിയിലും സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലാവുന്ന സമയത്ത് നാട് വിട്ട് ഉള്ള ചെറിയൊരു സമൂഹവുമായിട്ട് പോവുകയാണ്. ഈ രംഗത്ത് നമ്മൾ ഓർക്കണം, ചെറിയൊരു സമൂഹവുമായിട്ട് ഇദ്ദേഹം പോവുകയാണ്. എത്രയോ കാലം അത്രയും പ്രയത്നമേറിയ ഒരു ദഅവത്തിന് ശേഷം അവർക്ക് കിട്ടുന്നത് ചെറിയൊരു സമൂഹമാണ്. വലിയ ഒരു സമൂഹം ധിക്കാരികളുമായിട്ട് അങ്ങനെ കഴിയുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും നാട് വിട്ട് റബ്ബിൻ്റെ ഈ ദീനിനെ വളർത്തണം എന്നുള്ള വല്ലാത്ത ആശയിൽ പോകുന്ന ഈ സമൂഹം, പ്രത്യേകിച്ചും ആ സിഹറൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ ഇവർ വന്നെത്തി നിൽക്കുന്ന സമയത്ത് ഒരു കടലിൻ്റെ മുന്നിലാണ്. അതെ, നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട്, മുന്നിൽ കടലും ബാക്കിൽ ചെറുത്താനെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ മുന്നിൽ പരന്ന് കിടക്കുന്ന ആ സമുദ്രം, പിന്നിലോ ഫിറഔനും പടയും അവരെ വന്ന് കീഴ്പ്പെടുത്തുകയാണ്. അങ്ങനെ ആ കുടുങ്ങിയ സമയത്ത്, വേറെ ഒരു വകുപ്പുമില്ലാത്ത ഈ സമയത്ത് മനുഷ്യരെല്ലാവരും കൂടെയുള്ള ആളുകളെല്ലാം പേടിച്ചു നിന്ന് പോവുകയാണ്. ഈ സമയത്ത് നേതാവ് എന്നുള്ള രീതിയിൽ മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് കൊടുക്കുന്നൊരു ധൈര്യം, പലപ്പോഴായിട്ട് നമ്മളിൽ ഓരോരാൾക്കും വേണ്ട ഒരു ധൈര്യം പറയുകയാണ്, ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, പടച്ചവൻ എനിക്ക് തീർച്ചയായിട്ടും വാതിലുകൾ തുറന്നു തരുന്ന ആശ കൊടുത്തിട്ട് ഈ ഒരു വാക്കിനെ പറയുമ്പോൾ റബ്ബ് ഈ ഒരു സംസാരം കബൂലാക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു വാക്ക് പറയലോടുകൂടെയാണ് മൂസാ നബിക്ക് വീണ്ടും വഹി വരുന്നതും, അങ്ങനെ സമുദ്രത്തെ അടിക്കാൻ പറയുന്നതും, അങ്ങനെ രണ്ടായി പിളർന്ന് എവിടെയും ആരും കാണാത്ത ഒരു വഴി തുറന്ന് വരുന്നതും, അങ്ങനെ അവർ അതിലൂടെ രക്ഷപ്പെടുന്നതും. നിങ്ങളെ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയപ്പെട്ട കൂട്ടുകാരനാവുന്ന സിദ്ദീഖ് തങ്ങളും റഹ്വയിൽ കുടുങ്ങുന്നുണ്ട്. കുടുങ്ങാന്നല്ല, അവരിങ്ങനെ ശത്രുക്കളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് റഹ്വയിൽ ഇരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുകയാണ്. മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ ഇവർ താഴ്ന്നൊരു ഗുഹ ആയതുകൊണ്ട് തന്നെ ഒരു ഗുഹേൻ്റെ ഉള്ളിലായിട്ട് ഇരിക്കുന്നു, ഇവരെ കാണുന്നില്ല. അങ്ങനെ പെട്ടെന്നാണ് സിദ്ദീഖ് തങ്ങൾ എന്ന് പറഞ്ഞാൽ മുത്തുനബി അത്രക്കും മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഒരാളാണല്ലോ. ശത്രുക്കളെങ്ങാനും കണ്ടാൽ മുത്തുനബി എന്താവും എന്നുള്ളൊരു പേടിയിൽ കാൽപാദം കാണുമ്പോൾ സിദ്ദീഖ് തങ്ങൾ പറയുന്നുണ്ട്, ലോ അന്ന അഹദവും നല്ലറത്താത്ത കഥമയല്ലാൻ മുത്തുനബിയെ, ഈ സമയത്തെങ്ങാനും ആ ശത്രുക്കൾ കാൽപാദത്തിലൊന്ന് താഴ്ന്നു നോക്കിയാൽ എന്നെ കാണാമല്ലോ, നമ്മൾ പെട്ടുപോകില്ല, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, നമുക്ക് അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ മുത്തുനബി തങ്ങൾ പുഞ്ചിരിയോടെ പറയുന്നുണ്ട്, ഓ സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ മാലന്നൊക്കെ ബി സ്നേഹിനി അള്ളാഹു സാലിസോമ, നമ്മൾ രണ്ടുപേരാണോ എന്ന് കരുതുന്നത്? അല്ല, അള്ളാഹു താല നമുക്ക് മൂന്നാമതായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ആയത്ത് പറയുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. കാരണം ഒരു ലീഡർഷിപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുൽത്താനുൽ ഉലമ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നിട്ട് ഇത്തരത്തിലുള്ളൊരു നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അത് അണികൾ ഇത്തരത്തിൽ ആ ഒരു നേതൃത്വത്തെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തൊരു പ്രതീക്ഷയും അതുപോലെ വാക്കിൻ്റെ, ആ ഖുർആനികമായ വാക്കിൻ്റെ ഒരു കനം നോക്കൂ, തരുന്നൊരു ധൈര്യത്തെ നിങ്ങൾ നോക്കൂ.
2 പേരെന്ന് നിങ്ങൾ കരുതുന്ന ഒരു സമൂഹം, പക്ഷേ ഇവരുടെ കൂടെ റബ്ബാണ് കൂടെ ഉള്ളത്. റബ്ബ് കൂടെയുള്ള ഈ 2 എന്ന് പറയുന്നത് നമ്മളുടെ കണക്കിൽ ചെറുതാണ്. എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? റബ്ബ് കൂടെയുള്ള ഒരു 2 ആവട്ടെ, ഇത് തകരുന്നോ, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നോ? വല്ലാത്തൊരു ആയത്തായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ച മുഴുവൻ അമ്പിയാക്കളുടെയും നബിമാരുടെയും ജീവിത ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അവരുടെയൊക്കെ ജീവിതം വളരെ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നിറഞ്ഞ ഒരു ജീവിത രീതിയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെയും എല്ലാവിധ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും പരീക്ഷണങ്ങളെയും തരണം ചെയ്യാൻ അവരുടെ മനസ്സിൽ അടിയുറച്ച അചഞ്ചല വിശ്വാസം മാത്രമായിരുന്നു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ നമ്രൂദ് എന്ന കൊടും ഭീകരനായ രാജാവ് തീക്കുണ്ടാരത്തിൽ, അതിൻ്റെയൊക്കെ ചരിത്രം വിശദമായിട്ട് നമുക്കറിയാവുന്നതാണ്, മുകളിലൂടെ എത്രയോ ദൂരത്തിൽ കൂടി പറന്നു പോകുന്ന പറവകൾ പോലും കരിഞ്ഞു പോകുന്ന ആ തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ അടിയുറച്ച വിശ്വാസം കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വായിൽ കപ്പലിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞപ്പോൾ അകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് രക്ഷപ്പെട്ടത് അടിയുറച്ച അചഞ്ചലമായ ഇന്ന മഅി റബ്ബി സയഹദീൻ, പേടിക്കണ്ട, അള്ളാഹു നമ്മോട് കൂടെയുണ്ട്, അവൻ തീർച്ചയായിട്ടും വൈപകരുന്നു എന്ന അടിയുറച്ച അചഞ്ചലമായ വിശ്വാസം തന്നെയാണ്. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും വലിയൊരു മോട്ടിവേറ്റാണ്. എല്ലാ പ്രതിസന്ധികളെയും നമ്മളെ തരണം ചെയ്യാൻ പഠിപ്പിക്കുന്ന, പ്രതീക്ഷ നൽകുന്ന വലിയൊരു മോട്ടിവേറ്റായ ആയത്താണ്. ഞാൻ ശ്രദ്ധിച്ചത്, നമ്മൾ 3 പേരും ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോയപ്പോൾ നമ്മളൊക്കെ പോയത് ഈ അംബിയാൻ്റെ ഒരു ലൈഫിലൂടെയാണ്. ഞാൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫെല്ലോ PhD ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം ലീഡർഷിപ്പിനെ പറ്റി പഠിക്കാൻ, കാരണം ഞാനിത് പറയാൻ കാരണം ഈ നാട്ടിലുള്ള ഓരോ ചെറിയ കുട്ടിക്കും, ഒരു സ്കൂൾ കുട്ടിക്ക്, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ചെറിയ ആൾക്ക് ഇതിൽ പാഠമുണ്ട്. എങ്ങനെ അവർക്ക് ഏതോ കാലമുള്ള ഒരു നബിയിൽ പാഠമെന്ന് ചോദിക്കുമ്പോൾ, ഇദ്ദേഹം ലീഡർഷിപ്പിനെ പറ്റി പഠിക്കാൻ വന്നപ്പോൾ അദ്ദേഹം ചെയ്തത്, ഇന്ത്യയിലുള്ള ഗുജറാത്തിലേക്ക് തിരിഞ്ഞിട്ട് അദ്ദേഹം ഒരു പറ്റം ആടുകളെ വാങ്ങി അതിനെ മേയിച്ചു തുടങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹം വന്ന് പറയുന്നു, ആടുകളെ, ഇന്ന് പോയാൽ ഞാൻ നിങ്ങളുടെ നേതാവാണ്. ആട് പിന്തിരിഞ്ഞ് എന്ന് പറഞ്ഞ് ആട് പോവുകയാണ്. എന്ന് വെച്ചാൽ ആടിനെ അദ്ദേഹം എടുക്കുന്നത് അംബിയാൻ്റെ ലൈഫിൽ നിന്ന്. അപ്പോൾ ലോകം എന്നും നയിച്ച ഏറ്റവും വലിയ നേതാക്കന്മാർ അമ്പിയാക്കന്മാരായിരുന്നു. അപ്പോൾ ഇതിൽ ഏതൊരാൾക്കും പാഠമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉഷാറായ 100 പേരെ എഴുതിയ ആളുകൾ മുഴുവനും കൊണ്ടുവന്നത് അംബിയാനെയാണ്. അപ്പോൾ സമാവിയായിട്ടുള്ള മതങ്ങൾ വിശ്വസിക്കുന്ന ഏതാൾക്കും, അതല്ല ഇവിടെ ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഏതൊരാൾക്കും എപ്പോഴും എടുക്കാനുള്ളൊരു പാഠം ഈ അമ്പിയാക്കളിൽ നിന്നുള്ള വലിയ പാഠം. അതുകൊണ്ടായിരിക്കും മൈക്കൽ ചേർട്ടിൻ്റെ അണ്ടർ പേഴ്സണാലിറ്റി ഓഫ് എന്ന ബുക്കിൽ ആദ്യമായിട്ട് മുത്തുനബി തങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയായി. അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു സാർ എന്നോട് പറയുന്നുണ്ടായി, ഈ ഒരു മനുഷ്യൻ്റെ മനഃശാസ്ത്രം എന്നുള്ളത് കിടക്കുന്നത് ഒരു 3 കോലത്തിലാണ്. എന്ന് പറഞ്ഞാൽ E+R+O എന്നുള്ള. ഈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവൻറ്റ്സ്, സന്തോഷങ്ങളാവട്ടെ സങ്കടങ്ങളാവട്ടെ അങ്ങനെയാണ് എന്താണെങ്കിലും. പിന്നെ R എന്നുള്ള റിയാക്ഷൻ, ആ സന്തോഷം വരുമ്പോൾ സങ്കടം നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എന്നുള്ള ഒരു സംഭവത്തിലേക്ക്, അഥവാ നമ്മളിപ്പോൾ ഒരു സങ്കടം വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു, അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്ന് അതിനെ സമീപിക്കുന്ന രീതിക്കനുസരിച്ചാണ് O എന്നുള്ള ഔട്ട്കം വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, നമ്മൾ ഈ 3 കഥയിലും ആ സംഭവം ഉണ്ടല്ലോ, ഈ വിഷമങ്ങൾ സന്തോഷങ്ങൾ എല്ലാവർക്കും വരാറുണ്ട്. അത് വരുന്ന സമയത്ത് പേടിക്കാറും അതും എല്ലാവർക്കും വരാറുണ്ട്. അവിടെ ഈ തകവക്കില്ല, ഈ ആയത്തിലേക്ക് അവിടെയാണ് കണക്ട് ചെയ്യുന്നത്. അവിടെ ഈ റബ്ബുൽ ആലമീനായ എല്ലാത്തിനേക്കാൾ നമുക്ക് പവർ തരുന്ന, എപ്പോഴും നമുക്ക് അണയാൻ പറ്റിയ വലിയ ഒരു സമാധാനം തരുന്ന റബ്ബ് ഇത് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾ കാണുന്നത്, എങ്ങനെ നിങ്ങൾ എന്താണ് അഭിപ്രായം? ഈ കാലത്തെ ആളുകൾ ഈ ഒരു തവക്കുലിലേക്ക് ആവശ്യമാണോ? തീർച്ചയായിട്ടും സത്യത്തിൽ ഈ ആയത്ത് മാനവ ലോകത്തിന് മുഴുവനും പ്രതീക്ഷയും ആത്മാഭിമാനവും ധൈര്യവും നൽകുന്ന വലിയൊരു ആയത്താണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന, ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു. നിങ്ങൾ ഓർത്ത സംഭവം, പരീക്ഷയിലെ ചെറിയൊരു വിഷയം വന്നപ്പോൾ 2 കുട്ടികൾ ഒരേ നാട്ടിലുള്ള ഏകദേശം അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് 2 കുട്ടികൾ നിലമ്പൂരാണെന്നാണ് ഓർക്കുന്നത്. അതുപോലെ അഭ്യസ്ത വിദ്യരായ ആളുകളിൽ ഇതുണ്ട് എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുകയാണ്. നമുക്ക് ഈമാൻ റബ്ബ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. വലിയ വിദ്യാഭ്യാസം കൊടുത്ത ആളുകൾക്കും ചിലപ്പോൾ ഈ ഒരു അർത്ഥവും ഈ ഒരു വാല്യൂ ഒന്നും അവരുടെ മനസ്സിലില്ല.
നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടൊരു വാർത്ത ഉണ്ടല്ലോ, ഏതോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കോപിച്ചത് കൊണ്ട് മാത്രം ഒരാൾ തൂങ്ങിച്ചാന്ന്. അതേപോലെ ഇപ്പം 14 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി മൊബൈൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ മലപ്പുറത്ത് ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളൊക്കെ ഞെട്ടലോടെ കേട്ടതാണ്. കാരണം അവർക്ക് ഈ ചരിത്രബോധം, അമ്പിയാക്കളുടെയും അള്ളാഹുവിൻ്റെയും വിശ്വാസം ഒക്കെ നമുക്കിന്ന് അനിവാര്യമാണ്. ഈ ആയത്തിലേറ്റ് പോസിറ്റീവ് ഞാൻ ഒന്നും കൂടി കാണുന്നത് എന്താ വെച്ചാൽ, ഇത് ഈ ഇന്നമയ റബ്ബി എന്ന് പറയുന്നത് പഠിച്ചോൻ തന്നെ, അള്ളാഹു തന്നെ നമ്മോട് പറയുകയാണല്ലോ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടി നിങ്ങളെ കൈ പിടിക്കുന്ന ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു വല്യുപ്പ നിങ്ങളുടെ കൂടെ പറയാം ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു പോസിറ്റീവാണ്. പഠിച്ചോൻ തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ ആയത്തിൻ്റെ ഒരു സൗന്ദര്യം ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇന്നമായി റബ്ബി, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. സംഭവം അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് നിന്നോളി. ഈ സമയത്ത് നമുക്ക് ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട്. ഒരു അമുസ്ലിമായ സ്ത്രീ എന്തോ തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയൊരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അവസാനം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു രംഗമുണ്ട്. ആ സന്ദർഭത്തിലാണ് തൻ്റെ വീട്ടിൽ എവിടെയോ കിടന്നിരുന്ന ഖുർആൻ പരിഭാഷയുടെ ഒരു കഷ്ണം കാണുന്നത്. അത് വായിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ആ മുസ്ലിമായ സ്ത്രീ മനംമാറ്റം സംഭവിക്കുകയാണ്. കാരണം പരിശുദ്ധ ഖുർആൻ അത്രത്തോളം മനുഷ്യനെ പ്രതീക്ഷ നൽകുന്ന, ഉയർത്തെഴുന്നേൽക്കാൻ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. ഭൗതികപരമായിട്ടും സയൻസ് പരമായിട്ടൊക്കെ അത്രയും ഉഷാറായ ഒരു സമൂഹത്തിനും എത്രത്തോളം ഒരു 14 നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ഇറങ്ങിയ ഒരു ഖുർആൻ അവരെ സ്വാധീനിക്കുന്നു എന്നുള്ള സംഭവം അത്ഭുതപ്പെടുത്തിക്കുകയാണ്. ഞാൻ ഇന്നടുത്ത് വായിച്ച ഒരു ഗ്രന്ഥമുണ്ട്, സയ്യിദ് നൂർസി. അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ ചില കോട്ടിങ്ങുകളുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട്, കുല്ലമ ഷാബസ് ജമാനു ഷബ്ബൽ ഖുർആൻ. കാലം എത്രത്തോളം വൈകുന്നോ എന്ന് പറയുമ്പോൾ കാലം വൈകുന്നു, അതിനനുസരിച്ച് സയൻസ് പുരോഗമിക്കുന്നുണ്ട്, കണ്ടെത്തലുകൾ പലതും വരുന്നുണ്ട്. അപ്പോൾ പലരും അത്തീസ്റ്റുകളൊക്കെ കൂടുന്നൊരു കാലം, സയൻസ് വരുന്നതിനനുസരിച്ച് മതം മൂടിപ്പോവുകയാണെന്ന് പലരുടെയും ചിരിച്ച. പക്ഷേ ഇദ്ദേഹം പറയുന്നത് എങ്ങനെ, കാലം വൈകുന്നതിനനുസരിച്ച്, കാലത്തിന് വാർദ്ധക്യം അതിനനുസരിച്ച്, സയൻസ് വളരുന്നതിനനുസരിച്ച് കുല്ലമ ഷാബ സമാനു ഷബ്ബൽ ഖുർആൻ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ എനിക്ക് താല്പര്യമുള്ള നല്ലൊരു മേഖലയാണിത്. ഫലസ്തീനുള്ള ആളുകളുടെ വിഷയം. ഞാൻ ഈ വാർത്ത വളരെ ശ്രദ്ധിച്ച് വായിച്ച ആളാണ്. ഫലസ്തീനിൻ്റെ പല പ്രശ്നങ്ങളും, ബോംബുകളും, വീടുകളും, അങ്ങനെ പല നഷ്ടങ്ങളുമായിട്ട് ഓരോ കുടുംബത്തിനും വന്നു ചേർന്നു. അവർ ഒരിക്കൽ പോലും ഈമാൻ്റെ അപ്പുറത്ത് ഒരു സംസാരം അവർക്കുണ്ടായിട്ടില്ല. എപ്പോഴും റബ്ബിലേക്ക് മടങ്ങിയ സമാധാനം. അത്രയും ക്രിട്ടിക്കൽ അവസ്ഥയിൽ നിന്ന് ഒരു മനുഷ്യന് കഴിയുന്നത്ര, അത് സാധ്യമല്ലാത്തൊരു സംഭവമാണ്. പല മാധ്യമങ്ങളും എടുത്തു വെച്ച സംഭവമാണ്. അവർ ഇത്ര ക്രിട്ടിക്കലായിട്ട് പോലും ഒരിക്കലും ഇസ്ലാമിനെ മറന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു സംഭവം പറഞ്ഞു. ഒരിക്കൽ പോലും റബ്ബിനെ അവർ ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നില്ല. റബ്ബുണ്ട്, ഇത് സംഭവിക്കാനുള്ളതാണ്, പക്ഷേ എൻ്റെ ലൈഫ്, എനിക്ക് ഈ കിട്ടിയതിൽ സന്തോഷമാണ്. എൻ്റെ മകൻ ഷഹീദായി, സന്തോഷമാണ്, അവൻ സ്വർഗത്തിൽ ഞാൻ കാണുമല്ലോ. എന്നിട്ട് അവരോട് പറയുകയാണ്, എനിക്ക് അവിടെ പോയിട്ട് എൻ്റെ സുഹൃത്തുക്കളോടും ഉപ്പാപ്പമാരോടും മറ്റ് ഷഹീദായ ആളുകളോടൊക്കെ സലാം പറയണം എന്ന് സമാധാനിക്കാൻ ആർക്ക് കഴിയും? ഇതിനോട് കൂടെ ഓർമ്മ വരുന്നൊരായത്താണ്, അല്ലാഹു മൗലല്ലദീന ആമനു. അല്ലാഹു മൗലല്ലദീന മുഅ്മിനീനക്ക് റബ്ബുണ്ട്, വഅന്നൽ കാഫിരീന ലാ മൗലാ ലഹും. കരഞ്ഞു പോയിട്ടുണ്ട് ഈ ആയത്ത് പലപ്പോഴും വായിച്ചിട്ട്. വഅന്നൽ കാഫിരീന ലാ മൗലാ ലഹും. ആലോചിച്ച് നോക്കൂ, നമുക്ക് റബ്ബുണ്ട്, ഇവൾക്ക് റബ്ബില്ല എന്നുള്ളൊരു വിഷയം. അപ്പോൾ ഫലസ്തീൻ്റെ ആ വിഷയങ്ങളെ ആലോചിച്ചുകൊണ്ട്, ഇതിനെ റീഡ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് രാജ്യങ്ങളിലുള്ള പലരും മുസ്ലിമായിട്ടുണ്ട്. ഇത്ര സങ്കീർണ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ, അവർക്ക് കുറ്റപ്പെടുത്താതെ വിശ്വസിക്കാനും ഒരു ദൈവം അവർക്കുണ്ടെങ്കിൽ എന്തായാലും ഒരു സമാധാനത്തിൻ്റെ മതമാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഖുർആൻ യുവത്വം വീണ്ടും വ്യക്തമായിട്ട്, സുന്ദരനായിട്ട് വീണ്ടും സമൂഹത്തിലേക്ക് ഇങ്ങനെ വരുന്നൊരു സംഭവമാണ്. എത്രത്തോളം അജബാണ് റബ്ബിൻ്റെ കലാം. ഇതുപോലെ നമ്മൾക്ക് ആവശ്യമുള്ള എന്താണ് ഈ ലോകത്തുള്ളത്? നമുക്ക് റബ്ബിനെ വേണം, നമുക്ക് ഖുർആൻ വേണം. ഇതിൻ്റെ മൂല്യങ്ങളെ ലോകത്തിന് മുഴുവനും വേണം. ഈ ഈമാനിലേക്ക് മടങ്ങുന്ന സമയത്ത് ഒരു മുഅ്മിനിന് കിട്ടുന്ന സമാധാനം ഒരു സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലോ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഇൻഡെക്സിൽ ഉയർന്നു നിൽക്കുന്ന ഏതൊരു രാജ്യത്തും നമ്മൾ ഈ നൈരാശ്യത്തിൻ്റെയും സൂയിസൈഡിൻ്റെയും കഥകൾ കേൾക്കുമ്പോൾ ഏതൊരു മനുഷ്യനും മടങ്ങേണ്ടത് ഇതുപോലെയുള്ള നല്ല വാക്കിലേക്കും റബ്ബുൽ ആലമീൻ്റെ ഖുർആനിലേക്കുമാണ്. ഇങ്ങനത്തെ നല്ല വാക്കുകൾ ഈ ലോകം മുഴുവൻ പരക്കട്ടെ. ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ. അടുത്ത വാരത്തിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.